സക്കായിയുടെ ജീവിതത്തിൽ ധാരാളം പണമുണ്ടായിരുന്നു, ഒരു അധികാരമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ അലയുമ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ വചനം കേൾക്കുന്നത്. എൻ്റെ കർത്താവ് സമാധാനം, എൻ്റെ യേശു കർത്താവ് സമാധാനം കൊടുക്കുമെന്ന് അദ്ദേഹം കേട്ടുകൊണ്ട് അദ്ദേഹം ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ചുങ്കക്കാരിൽ പ്രമാണി, അതായത് ഇന്നത്തെ ടാക്സ് കമ്മീഷണർ, ഒരു ടാക്സ് കമ്മീഷണർ അധികാരമുള്ള വ്യക്തി, സാമ്പത്തികമായിട്ട് ധനികരിൽ വലിയ ധനികവാനാണ്. പക്ഷെ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ വീട്ടിൽ രക്ഷയില്ല, സമാധാനമില്ല, അധികാരമുണ്ട്, പണമുണ്ട്, ഒന്നുമില്ല. അദ്ദേഹം സക്കായി നേരെ യേശുവിനെ കാണാൻ പോയപ്പോൾ അവിടെ കുറേ പുരുഷാരം നിറഞ്ഞു നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ജോലിയോ പാരമ്പര്യമോ പണമോ ഒന്നും നോക്കാതെ അദ്ദേഹം ഒരു കാട്ടത്തിന്മേൽ കയറി എൻ്റെ യേശുവിനെ കാണുമെന്നുള്ളൊരു വാഞ്ച ഉണ്ടായപ്പോൾ അദ്ദേഹം ആ കാട്ടത്തിന്മേൽ കയറുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, എനിക്കൊരു മരത്തിൽ കയറാൻ അറിയത്തില്ല, എന്നാൽ സക്കായിക്ക് എൻ്റെ കർത്താവിനെ കാണുമെന്നുള്ളൊരു വാഞ്ചയോടുകൂടി അദ്ദേഹം ആ കാട്ടത്തിന്മേൽ കയറുവാനിടയായി. ഇതെൻ്റെ യേശു കർത്താവ് കണ്ടു. എനിക്ക് ഒരു വാക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, എന്നെ കേട്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പറയാൻ, കർത്താവിനെ കാണണമെന്നുള്ളൊരു വാഞ്ച നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ കാണും. കർത്താവ് ഇപ്രകാരമാണ് വചനത്തിൽ പറയുന്നത്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആര് വാതിൽ തുറക്കുന്നുവോ ഞാൻ അവരോടുകൂടെയും അവർ എന്നോടുകൂടെയും ഇരുന്ന് അത്താഴം കഴിക്കും. അല്ല പുരുഷാരം ചുറ്റി നിന്നിട്ടോ ഒന്നും അല്ല ഒരു കാര്യവുമില്ല. എൻ്റെ കർത്താവിനെ ഹൃദയം തുറന്ന് സ്വീകരിക്കുകയാണെങ്കിൽ കുടുംബത്തൊരു സ്ഥിതിക്ക് ഒരു മാറ്റം വരും. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന കർത്താവ് മാറ്റം തീർച്ചയായിട്ടും തരും. അതുകൊണ്ട് പണമുണ്ടെങ്കിലോ സ്വാധീനമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഭാഗ്യപദവിയല്ല. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം അനുവദിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സമാധാനം അനുഭവിക്കുന്ന വ്യക്തിയാണെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ പല സ്ഥലത്തും ഒരു സമാധാനവും സന്തോഷത്തിന് വേണ്ടി പോയി, എനിക്ക് ലഭിച്ചില്ല. എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടായത്. അത് മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾ ചിലപ്പം വിചാരിക്കാം വലിയ വാഹനം കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് നിങ്ങൾ ചിന്തിക്കാം. കാരണം ഇന്ന് ലോകത്ത് ബെൻസ് അല്ലെങ്കിൽ BMW വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു താഴെ കൂടെയും ഓടിച്ചു പോകാം, മുകളിൽ കൂടെയും പറന്നു പോകാം. അപ്പോൾ ഈ BMCയും ഈ ബെൻസും കാറുള്ളവർക്ക് എത്ര സമാധാനമുണ്ട്. അവർക്ക് അത് വാങ്ങാനുള്ള ആഗ്രഹം, അവർക്കൊരു തൃപ്തിയില്ല. അടുത്ത് നമുക്ക് തോന്നാം ചിലപ്പോൾ ഒരു നല്ല വീടുള്ളവർക്ക് ഒരു ഭാഗ്യ പദവിയാണെന്ന്. ഇല്ല സഹോദരങ്ങളെ, ഇന്ന് 3 നില വീട് വയ്ക്കുന്ന ആൾക്കാർ വേറൊരാൾ 4 നില വയ്ക്കുമ്പോൾ ഈ 3 നില വയ്ക്കുന്നവൻ്റെ ആളുടെ അവസ്ഥ എന്താവും? ഒരു സമാധാനമില്ല. അടുത്ത് 4 നില വയ്ക്കുന്ന വേറെയുള്ള 5 നില വെച്ച് കഴിഞ്ഞാൽ, വേറൊരു മോഡൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംതൃപ്തി മാറിപ്പോകുന്ന ഒരു സമാധാനമില്ലല്ലോ. അതുകൊണ്ട് പ്രിയ എന്നിൽ കേട്ടിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ ഞാൻ ഒന്ന് പറയട്ടെ, ഇതിലൊന്നും ഒരു ഭാഗ്യമല്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അടുത്ത് അതിൽ പറയുന്നു, അവൻ്റെ കൈകളുടെ അധ്വാന ഫലം അവൻ തിന്നും, അവൻ ഭാഗ്യവാൻ. കഴിഞ്ഞ ഈ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ കൈകളുടെ അധ്വാന ഫലം കഴിച്ചത് ഞാൻ കള്ളഷാപ്പിൽ കൊടുത്തു. എൻ്റെ കൈകളുടെ അധ്വാന ഫലം ഞാൻ ഡോക്ടർമാർക്ക് കൊടുത്തു, മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കാശ് കളഞ്ഞു, പല വിവിധ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി പല ലബോറട്ടറികളിലും കാശ് കൊടുത്തു, വക്കീലിന് കാശ് കൊടുക്കുവാനിടയായി, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാശ് കൊടുക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് എൻ്റെ കൈകളുടെ അധ്വാന ഫലം യഹോവയെ ഞാൻ സ്വീകരിച്ചപ്പോൾ, എൻ്റെ ദൈവത്തെ യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ കൈകളുടെ അധ്വാന ഫലം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സന്തോഷകരമായിട്ട് ഞങ്ങൾ ഭക്ഷിച്ച് ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ ഭാര്യ വീട്ടിനകത്തെ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. ഞാനും ഭാര്യയും എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എന്നും വഴക്കും ശണ്ടയുമാണ്.
എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഇന്ന് സന്തോഷകരമായ ഒരു ജീവിതം, വളരെ സമാധാനവും സന്തോഷത്വം. ഞാൻ ഭാര്യയെ സന്തോഷകരമായിട്ട് പല സ്ഥലങ്ങളിൽ പോവുകയും പല ആരാധനയ്ക്ക് പോവുകയും അങ്ങനെ ദൈവം വളരെ സന്തോഷവാനായിട്ട് ഞങ്ങളെ കുടുംബത്തെ കാത്ത്. എൻ്റെ ഭാര്യ എന്ന് വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയാണ്. പണ്ട് ഞാൻ ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യ അടിമയെ പോലെയാണ് ഞാൻ കണ്ടത്. ഇന്ന് എൻ്റെ ഭാര്യയെ ഞാൻ വളരെ സ്നേഹവും എൻ്റെ ഭാര്യ എന്നെ അതിലപ്പുറം സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പ്രകാരം ദൈവവചനത്തിൽ പറയുന്നു, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും വളരെ സന്തോഷകരമായിട്ട് മേശയ്ക്ക് ചുറ്റും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ആ സന്തോഷകരമായ അവസ്ഥ എൻ്റെ പഴയകാല ജീവിതത്തിൽ ഞങ്ങൾ 5 ആണും 3 സഹോദരിമാരും, എൻ്റെ അച്ഛനമ്മ, അച്ഛൻ്റെ അമ്മ, 11 പേരും. എൻ്റെ ഓർമ്മകാലം മുതലേ ഞാൻ ഇതുവരെയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും മക്കളും എല്ലാം സന്തോഷകരമായിട്ട് ഭക്ഷിച്ച് ഞങ്ങൾ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുന്ന ഈ അവസ്ഥ എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണ്. എന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവനാമത്തിൽ ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവ് ആയ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇതിനു മുമ്പ് പല ആൾക്കാരെയും ഞാൻ സേവിച്ചു നോക്കി. പക്ഷെ അവരെല്ലാം എന്നെ കൈവിട്ട് എന്നെ ജയിലിലെത്തിക്കുകയാണ് ചെയ്തുകൊണ്ട്. എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടിയത് മുതൽ ഞാൻ വളരെ സന്തോഷവാനാണ്. വളരെ വളരെ സന്തോഷവും സമാധാനം എൻ്റെ കുടുംബം തലയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങളുടെ സ്ഥിതിക്കും കുടുംബത്തിനും എല്ലാത്തിനും മാറ്റം വരും. വിവിധ ഭാരങ്ങളാൽ കഴിയുന്ന അനേകം പേരിന്ന് ലോകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ ഈ അനുഭവിച്ച സന്തോഷം നിങ്ങളും അനുഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിലൊരു മാറ്റവുമില്ല. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്നെ കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഈ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുമോ? ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ട് നടക്കുമോ? എങ്കിൽ നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അതുകൊണ്ട് ഇത്രയും സാക്ഷ്യത്തിന് സമയം തന്ന പ്രിയ ദൈവദാസനം കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിനെ ഷൂട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിച്ചുകൊണ്ട് ഞാനിതിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.